ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ വന്നിട്ട് നമുക്ക് നോക്കാം. പ്രമോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് ഒരുപാട് പേര് മറന്നു പോകുന്നു. എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കൂ. നോക്കാം നമുക്ക് പ്രമോവും. ശ്രദ്ധിക്കുക, മിഡ് വീക്ക് എവിക്ഷൻ ഈ വീക്കെൻഡിലോ സൂപ്പർ. ഇത് എന്തൊരു ബിഗ് ബോസ് ഇത്? വെള്ളിയാഴ്ച വന്നിട്ട് മിഡ് വീക്ക് എവിക്ഷൻ. എന്റെ പൊന്ന ബിഗ് ബോസ് ചെയ്തത് വീക്കെൻഡ് ആവാനായി, വെള്ളിയാഴ്ചയാണത്. ഇപ്പോഴാണോ മിഡ് വീക്ക് എവിക്ഷൻ നടത്തുന്നത്? അവർക്ക് ചിരിക്കാണെന്ന് തോന്നുന്നു. അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ആര്യന്റെ പേരാണ്, ആര്യന്റെ പേരാണ്. നോക്കാം. എനിക്ക് കാശുണ്ട്, അതുകൊണ്ട് എനിക്ക് വോട്ട് കിട്ടും. അനാവശ്യം പറയല്ല അനീഷേ. എന്തെങ്കിലും എത്ര കാശൊന്നും ഇല്ലാട്ടാ. നീ വെറുതെ അനാവശ്യം പറയല്ലേ. അനീഷ് എന്താ പറയുന്നത്? കാശുണ്ട്, എനിക്ക് വോട്ട് കിട്ടും. അനീഷ് എന്ത് വയ്യ അനീഷിന് എന്തൊക്കെയോ പറയുന്നല്ലോ. തരത്തിനനുസരിച്ച് നിറം മാറുന്ന ഒരു സ്വഭാവമാണ്, അതുകൊണ്ട് ആദില. ഓക്കെ, തരത്തിനനുസരിച്ച് നിറം മാറുന്ന, ഒന്നിനെ പോലെ നിറം മാറുന്ന സ്വഭാവമാണ് ആദിലയുടേത് എന്നാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത്. ഷാനവാസ് ആദിലയാണ് വോട്ട് ചെയ്യുന്നത്. സീരിയൽ കളിക്കേണ്ട ആവശ്യമില്ല. സോ ഷാനവാസ് എന്ത് സീരിയൽ കളിക്കേണ്ട ആവശ്യമില്ല? സീരിയൽ കളിക്കേണ്ട ആവശ്യമില്ല. ഷാനവാസ് ഞാൻ പറയുന്നത് ആദിലയാണ്. ഓക്കെ, വന്നവര് നിന്നവരൊക്കെ ആദിലിനെയാണ് വോട്ട് ചെയ്യുന്നത്. ആദിലയാണ്, അതായത് ഇതിന്റെ ഉള്ളിൽ ഒരാൾ തെരഞ്ഞെടുക്കും ആര് പുറത്തു പോകണമെന്ന് ബിഗ് ബോസ് ഇടുന്നത്. ഓക്കെ, ഞാൻ എന്നെ വരെ സേഫ് ആക്കും. ഞാൻ ബിക്കോസ് ഞാൻ ആദിലിനെ പറയുന്നു. 100 അവിടെ ഇന്ന് ചിരിക്കുന്നുണ്ട്. ഇനി ഇത് പ്രാങ്ക് ആയിരിക്കും അവിടെ. അതിലേക്ക് ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാനവാതിലൂടെ പുറത്തേക്ക് വരാം. ഓക്കെ, അതായത് ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് വരാം എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. പക്ഷെ അക്ബറിന്റെ മോഹം കണ്ടിട്ട് ഇതൊരു വിക്ഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പ്രാങ്ക് ആയിരിക്കും. ബിഗ് ബോസ് ഒക്കെ ചേർന്ന് ഇവരൊക്കെ കൂടി നടത്തുന്ന ഒരു പ്രാങ്ക് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ വീക്കെൻഡിൽ വന്ന എവിക്ഷൻ നടത്തുന്ന ബിഗ് ബോസ് തന്നെ ഒരു ഉടായ്പാണ്. നമുക്ക് എന്തായാലും ഇതൊരു പ്രാങ്ക് ആവാനാണ് സാധ്യത. അക്ബറിന്റെ മോഹം കണ്ടിട്ട് വിഷമമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അതായത് ചിരി അടക്കി പിടിച്ചോണ്ട് ഭംഗിയുന്നത് പോലെ ഉണ്ട്. ഓക്കെ, ഷാനവാസ് ഒന്നും കൈ കൊടുക്കാതെ പോക്കറ്റ് അങ്ങനെ ഇട്ടിട്ട് ഓക്കെ, ഇവരെ കുറച്ചുപേരെയൊക്കെ വിളിച്ച് കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് നമ്മൾ അതിലെ എവിക്റ്റാക്കുന്ന പോലെ ഒരു സംഭവം ചെയ്യണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പ്രൊമോട്ട് റീച്ച് ആക്കാൻ എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഒരു പരിപാടി ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ ആർക്കും വലിയ വിഷമമൊന്നുമില്ല. 100ക്ക് അത്ര വലിയ വിഷമം കാണാനില്ല. അപ്പൊ അതിനർത്ഥം ബിഗ് ബോസിന്റെ പ്രാങ്ക് ആയിരിക്കും. ബിഗ് ബോസ് അങ്ങ് പണ്ണുവാ. ആദ്യം മറ്റേ ഡോറഞ്ച് അവിടെ എത്തുമ്പോൾ അതില്ല, ഇത് മിഡ് വീക്ക് അല്ല, ഇത് വീക്കെൻഡ് ആവാനാ. എന്തായാലും ലാലേട്ടൻ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, നീ അവിടെ പോയി ഇരുന്നോ എന്ന് ചിലപ്പോൾ പറയും. അല്ലെങ്കിൽ വല്ല റൂമിലും കൊണ്ടിരുത്തിയിട്ട് ലാലേട്ടൻ വരുമ്പോൾ കയറ്റായിരിക്കും. ഇതൊരു എവിക്ഷനായിരിക്കും. എനിക്ക് എന്താ തോന്നുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. ബിഗ് ബോസിന്റെ ഒരു പ്രാങ്ക് ആണ് നമ്മൾ ഈ കണ്ടത്. നമുക്ക് എന്തായാലും നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് അടുത്ത വീഡിയോ കാണാം. ബൈ.